المرسلات عرفا أن سورة عما يتساءلون سورة النبأ وإذا الشمس كورت سورة تكوير ഇതൊക്കെയാണ് എന്നെ ആരംഭിച്ചത്. ഈ സൂറത്തുകളെല്ലാം നോക്കിയാൽ നമുക്ക് കാണാം ആഖിറത്തിനെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച് ബലീഗായ ഹൃദയത്തിൽ തട്ടുന്ന അല്ലാഹുവിന്റെ വാക്കുകൾ ഈ സൂറത്തുകളിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരവൊന്നും ഈ സൂറത്തുകൾ കാരണത്താൽ ആഖിറത്തിനെ കുറിച്ചുള്ള ഇതിലുള്ള പരാമർശങ്ങൾ കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളമാണ് അത് സ്വാധീനിച്ചതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, كان رسول الله صلى الله عليه وسلم يصلي الصلوات كنحو من صلاتكم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. അല്ലത്തി തുസല്ലൂന അൽ-യൗം, ഇന്ന് നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. സഹാബി പിൽക്കാലക്കാരോട് പറയുകയാണ്, വലാകിന്നഹു കാന യുഖഫിഫ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ലഘുവാക്കുമായിരുന്നു. അഥവാ ഫർദായ നിസ്കാരം ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കുമ്പോൾ, ഫർദായ നിസ്കാരം ജമാഅത്തായി ജനങ്ങളെയും കൊണ്ട് അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എളുപ്പത്തിൽ തീർക്കാറുണ്ടായിരുന്നു, വല്ലാതെ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും അങ്ങനെ തന്നെയാണല്ലോ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഒരാൾ നബിയോട് പരാതി പറഞ്ഞു. മുആദ് നിസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചു, യാ മുആദ് അഫത്താനുൻ അൻത അഫത്താനുൻ അൻത അഫത്താനുൻ അൻത, നീ ജനങ്ങളെ ഫിത്നയിലാക്കുന്ന ആളാണോ, ജനങ്ങൾ കുഴപ്പത്തിലാക്കുന്ന ആളാണോ? നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നാൽ അവൻ ചുരുക്കട്ടെ, കാരണം ഫഇന്ന വറാഅഹു അൽ-മരീദു വദ്ദഈഫു അൽ-കബീർ വദ്ദഈഫു വദുൽ ഹാജ. കാരണം നിസ്കരിക്കാൻ ജമാഅത്തിൽ വരുന്ന ആളുകൾ അവരിൽ രോഗികളുണ്ടാവും, ദുർബലരുണ്ടാവും, അല്ലാതെ നിൽക്കാൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ കബീറും വയസ്സായ ആളുണ്ടാവും. വദുൽ ഹാജ, ദുൽ ഹാജത്ത് എന്താ? വല്ല ആവശ്യമുള്ളവനുണ്ടാവും, എവിടെയെങ്കിലും വല്ല ആവശ്യവും നിർവഹിക്കാനുള്ള എവിടെയെങ്കിലും പോകാനോ മറ്റോ ഉള്ള ആളുണ്ടാവും. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി ആ നിർബന്ധമായ ജമാഅത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി മസ്ജിദിൽ വന്നായിരിക്കും. അതുകൊണ്ട് അവരെ ഇമാം നിൽക്കുന്ന ആളുകൾ പരിഗണിക്കണം, വല്ലാതെ ദീർഘിപ്പിക്കാൻ പാടില്ല. മറ്റേ ദീർഘിപ്പിക്കരുതെന്നല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അത്ര ചെറുതല്ലാത്ത സൂറത്തുകൾ ഫർദായ നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. പക്ഷേ വല്ലാതെ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ നിസ്കാരത്തെക്കുറിച്ച്, ജനങ്ങളെ കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കുറിച്ച് സഹാബി ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാകിന്നഹു കാന യുഖഫിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ലഘുവാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴോ അതങ്ങനെയല്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണോ എങ്കിൽ ഫലുസല്ലി മാ ശാ, അവനുദ്ദേശിച്ചതുപോലെ നിസ്കരിക്കട്ടെ. ദീർഘിപ്പിക്കണോ ദീർഘിപ്പിക്കാം, കാരണം ആരും അയാളുടെ പിന്നിലില്ല, വേറെ ആരെയും ബാധിക്കാനില്ല. എന്നാൽ ഫർദിന് ഇമാമത്ത് നിൽക്കുമ്പോൾ ജനങ്ങളെ പരിഗണിക്കണം. വലാകിന്നഹു കാന യുഖഫിഫ്, റസൂലുള്ളാഹി ഫർദായ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അത് ചുരുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അതിന് ഉദാഹരണം പറയുന്നു, വകാനത് സലാത്തുഹു അഖഫ മിൻ സലാത്തിക്കും, നിങ്ങളുടെ നിസ്കാരത്തേക്കാൾ ലഘുവായിരുന്നു നബിയുടെ നിസ്കാരം. വകാന യഖറഉ ഫിൽ ഫജ്റിൽ വാഖിഅത വനഹ്വഹാ മിന സുവർ, നബി ഫജ്ർ നിസ്കാരത്തിൽ, സുബ്ഹ് നിസ്കാരത്തിൽ സൂറത്തുൽ വാഖിഅയും അതുപോലുള്ള സൂറത്തുകളും ഓതാറുണ്ടായിരുന്നു. സൂറത്തുൽ വാഖിഅയും അതുപോലുള്ളതും ഓതാറുണ്ടായിരുന്നു. അഥവാ രണ്ട് റക്അത്തുകളിലായി സൂറത്തുൽ വാഖിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കാറുണ്ടായിരുന്നു ഫജ്ർ നിസ്കാരത്തിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ പറ്റി വന്ന ഒരു രൂപമാണ്. വേറെയും സൂറത്തുകൾ നബി നിസ്കാരത്തിൽ ഓതിയത് കാണാം. ഇമാം അൽ-അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തക്ബീർ ഇല തസ്ലീം കഅന്നക തറാഹ എന്ന പുസ്തകം ആളുകൾക്ക് എല്ലാം പൊതുവെ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന പേരിൽ അത്
പല സൂറത്തുകൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഹദീസുകൾ. അതിലൊരു ഹദീസാണ്. ആ കിതാബിൽ അൽബാനി ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അടിക്കുറിപ്പുകൾ നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫജ്റിൽ ഓതാറുണ്ടായിരുന്നു. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബിയെ പോലെ ചുരുക്കുകയും എന്നാൽ പൂർണ്ണമാക്കുകയും ചെയ്യുന്ന വേറൊരു ആളുടെ നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ചുരുങ്ങിയതാണ്, എന്നാൽ അത് വളരെ പൂർണ്ണമായ നിസ്കാരമാണ്. അതിൽ തുമഅനീനത്തിന്റെ കുറവില്ല. വേഗം ഇങ്ങനെ ഓരോ റുക്കിനിൽ ചാടിപ്പോകുന്ന അവസ്ഥയില്ല. റുക്കൂഇൽ നിൽക്കേണ്ടതുപോലെ നിൽക്കും, ഇഅ്തിദാലിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കും, സുജൂദിൽ എങ്ങനെയാണ് സുജൂദ് വേണ്ടത് അതുപോലെ തുമഅനീനത്തോടെ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കൊണ്ട് നിസ്കരിക്കുമ്പോൾ ലഘുവാക്കിയിരുന്നു. ഇബാദത്തുകൾ ജനങ്ങൾക്ക് എളുപ്പമാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താല്പര്യപ്പെട്ടിരുന്നു. നമുക്ക് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅൻ മുൻബസ്സ. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ വാഖിഅത്ത് സംഭവിച്ചാൽ, വഖഅ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉണ്ടായി, സംഭവിച്ചു എന്നാണ്. അൽ വാഖിഅ എന്നാൽ ആ ഭയങ്കരമായ സംഭവം എന്നാണ്. അതിന് നേരെ വാക്കർത്ഥം പറഞ്ഞാൽ അങ്ങനെയിരിക്കും. വാഖിഅത്ത് എന്നത് എന്താണ്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ വാഖിഅതു മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ പല പേരുകളിലൊന്നാണ് അൽ വാഖിഅ. ഖിയാമത്ത് നാളിനുള്ള പല പേരുകളിലൊന്നാണ് അൽ വാഖിഅ. സുമ്മിയത് ബിദാലിക, അതിനിങ്ങനെ പേര് കിട്ടിയത് ലിതഹഖഖി കൗനിഹാ വവുജൂദിഹാ, ഇത് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് അൽ വാഖിഅ, ആ സംഭവം, ആ നടക്കുന്ന കാര്യം എന്നതിന് പേര് വന്നത് എന്തെന്നാൽ അതിൽ യാതൊരു ശക്കുമില്ല, ഒരു സംശയവുമില്ല, അതിലൊരു ശങ്കയുമില്ല, മറിച്ച് അത് ഉറപ്പായും നടക്കുന്നതാണ് ഖിയാമത്ത് നാൾ. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫയൗമഇദി വഖഅത്തിൽ വാഖിഅ, അന്നാണ് ആ സംഭവം സംഭവിക്കുക. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ വാഖിഅത്തുണ്ടായാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ലൈസ ലിവഖഅതിഹാ, അത് സംഭവിക്കുന്നതിനില്ല, കാദിബത്തുൻ, അതിനെ തടയുന്ന ഒന്നുമില്ല, അതിനെ തടയുന്ന ഒന്നുമില്ല. കദബ എന്ന് സാധാരണ നിഷേധിക്കുക, കളവ് പറയുക എന്നതിന് പറയും. ഇവിടെ ഉദ്ദേശം ലൈസ ലിവഖഅതിഹാ കാദിബ എന്നാൽ അത് തടയാൻ ആരുമില്ല, അത് സംഭവിച്ചാൽ അതിനെ ഒന്ന് നീക്കാനോ തടസ്സപ്പെടുത്താനോ ഒരാളുമില്ല. ഇബ്നു കസീർ പറയുന്നു, ഖൗലുഹു ലൈസ ലിവഖഅതിഹാ കാദിബ, ലൈസ ലിവഖഅതിഹാ കാദിബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ലൈസ ലിവുഖൂഇഹാ ഇദാ അറാദ അല്ലാഹു കൗനഹാ സാരിഫു യസ്രിഫുഹാ വലാ ദാഫിഉ യദ്ഫഉഹാ, അത് സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അതിനെ നീക്കാൻ ആരുമില്ല, അതിനെ തടയാൻ ഒരാളുമില്ല. കമാ ഖാൽ, അല്ലാഹു പറഞ്ഞതുപോലെ, ഇസ്തജീബൂ ലിറബ്ബികും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. സൂറത്തു ശൂറായിൽ അല്ലാഹു പറഞ്ഞു, ഇസ്തജീബൂ ലിറബ്ബികും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരം നൽകുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അതിനെ തടയാൻ ഒരാളുമില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ സൂറത്തുൽ മആരിജിൽ അല്ലാഹു പറഞ്ഞു, സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ, ഒരു ചോദിക്കുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്നു, ബിഅദാബിൻ വാഖിഅ, വന്നു ഭവിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച്, ലിൽകാഫിരീന, കാഫിറുകൾക്ക്, ലൈസ ലഹു ദാഫിഅ, അതിനെ തടയാൻ ഒരാളുമില്ല, അതിനൊരു ദാഫിഅ ഇല്ല, അതിനെ തടസ്സപ്പെടുത്താനോ നീക്കാനോ പ്രതിരോധിക്കാനോ ഒരാളുമില്ല. അതുപോലെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ ആലിമുൽ ഗൈബി വശ്ശഹാദതി വഹുവൽ ഹകീമുൽ
യഖൂലു അവൻ പറയുന്ന ദിവസം കുൻ ഉണ്ടാകൂ എന്ന് അവൻ പറയുന്ന ദിവസം ഫയകൂൻ അതുണ്ടാകും. ഖൗലുഹുൽ ഹഖ് അവന്റെ വാക്ക് സത്യമാണ്. വലഹുൽ മുൽക്കു അവന്റേതാണ് അധികാരം, അവനുള്ളതാണ് ആധിപത്യം. യൗമ യുൻഫഖു ഫിസ്സൂർ കാഹളത്തിൽ ഊതുന്ന ദിവസം. ആലിമുൽ ഗൈബി വശഹാദ അവൻ രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. വഹുവൽ ഹകീമുൽ ഖബീർ അവനാണ് അങ്ങേയറ്റത്തെ യുക്തിയുള്ളവൻ, ഹിക്മത്തുള്ളവൻ. അവന്റെ തീരുമാനങ്ങളിൽ ഒന്നിൽ പോലും യാതൊരു തെറ്റുമില്ല. അൽ ഖബീർ അവൻ എല്ലാം സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവനാണ്. ഇതാണ് ലൈസ ലിവഖഅതിഹ കാദിബ എന്ന് പറഞ്ഞാൽ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹ കാദിബ. ആ ഭയാനകരമായ സംഭവം സംഭവിച്ചാൽ അതിനെ തടയാൻ, അതിനെ തടസ്സപ്പെടുത്താൻ ഒരാളുമില്ല. ഖാഫിദത്തുർ റാഫിഅ ആ ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത എന്താണ്? ഖാഫിദത്തുൻ അത് താഴ്ത്തുന്നതാണ്, റാഫിഅത്തുൻ ഉയർത്തുന്നതുമാണ്. ഖിയാമത്ത് നാൾ ഖാഫിദത്തുൻ അത് താഴ്ത്തിക്കളയുന്നതാണ്, റാഫിഅത്തുൻ അത് ഉയർത്തുന്നതുമാണ്. ഐ എന്ന് പറഞ്ഞാൽ തഖ്ഫിദു അഖ്വാമ ചിലരെ ആ ഖിയാമത്ത് നാൾ താഴ്ത്തിക്കളയും, അടിച്ചമർത്തിക്കളയും. ഇല അസ്ഫലി സാഫിലീന ഇലൽ ജഹീം ജഹീമാകുന്ന നരകത്തിലേക്ക്, അടിയിലേക്ക്. നരകം എവിടെയുള്ളത്? ഏറ്റവും അടിയിലാണ്. 7 ഭൂമിയുടെയും അടിയിലാണ് നരകമുള്ളത്. ആകാശം എവിടെയാണുള്ളത്? മുകളിലാണ്, ഏറ്റവും മുകളിലാണ്. عند سدرة المنتهى عندها جنة المأوى. رسول الله صلى الله عليه وسلم ജിബ്രീലിനെ കണ്ടു മിഅ്റാജിന്റെ രാത്രിയിൽ. എവിടെ വെച്ച്? عند سدرة المنتهى സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ച്. ഏറ്റവും മുകളിലുള്ള ആകാശത്തിലുള്ള ഒരു പ്രത്യേകമായ മരമാണ്. عندها جنة المأوى അവിടെയാണ് സ്വർഗ്ഗമുള്ളത്. അടിയിലേക്ക്, ഏറ്റവും അടിയിലേക്ക്, ജഹീമാകുന്ന ഏറ്റവും അസ്ഫൽ, ഏറ്റവും താഴേക്ക്. ആ ദിവസം ചിലരെ താഴ്ത്തിക്കളയും. നഊദു ബില്ലാഹി മിനൻ നാർ. വഇൻ കാനൂ ഫിദ്ദുനിയ ഇസ്സാ ചിലരെ ഖിയാമത്ത് നാൾ അടിച്ചമർത്തി അടിയിലേക്ക് താഴ്ത്തും. അവർ ദുനിയാവിൽ വലിയ പ്രതാപത്തിലും അന്തസ്സിലുമൊക്കെ ജീവിച്ചവരാണെങ്കിലും ശരി. അന്നാണ് യഥാർത്ഥ ഉയർച്ചയും താഴ്ചയും ജനങ്ങൾ കാണാനിരിക്കുന്നത്. അന്നാണ് യഥാർത്ഥ സൗഭാഗ്യവും യഥാർത്ഥ അപമാനവും ജനങ്ങൾ കാണാനിരിക്കുന്നത്. വതർഫഉ ആഖരീൻ അതുപോലെ ഖിയാമത്ത് നാൾ ചിലരെ ഉയർത്തും. ഇല അഅല ഇല്ലിയീൻ ഏറ്റവും ഉന്നതമായ ഇല്ലിയൂനിലേക്ക്. അല്ലാഹു മുഅ്മിനുകളുടെ പേര് അവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫുജ്ജാറുകളുടെ പേര് എവിടെയാണ്? ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. ഏറ്റവും മുകളിൽ അവരെ ഇലൻ നഈമിൽ മുഖീം എന്നെന്നും നിലനിൽക്കുന്ന നഈമിലേക്ക്, അല്ലാഹു നൽകുന്ന സുഖാഡംബരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് ഖിയാമത്ത് നാൾ ചിലരെ ഉയർത്തും. വഇൻ കാനൂ ഫിദ്ദുനിയ വദആ ദുനിയാവിൽ അവർ തീരെ വലിയ സ്ഥാനമോ പ്രതാപമോ ഒന്നുമില്ലാതെ ജീവിച്ചവരാണെങ്കിൽ, സാധുക്കളാണെങ്കിലും ശരി, അന്ന് ഖിയാമത്ത് നാൾ അതാ ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തും. ഖാഫിദത്തുൻ റാഫിഅ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ. ഖിയാമത്ത് നാൾ ചിലരെ താഴ്ത്തുകയും ചിലരെ ഉയർത്തുകയും ചെയ്യും. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا. അല്ലാഹു പറയുന്നു ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ ഭൂമി അതിന്റെ കിടുക്കം കിടുങ്ങിയാൽ, അതതിന്റെ കുലുക്കം കുലുങ്ങിയാൽ, ഭൂമി പ്രകമ്പനം കൊണ്ടാൽ. ഏതുപോലെയാണിത്? അല്ലാഹു പറഞ്ഞില്ലേ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ. അതുപോലെ സൂറത്തു അൽ ഹജ്ജിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം. യാ അയ്യുഹന്നാസ് ഓ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം കാരണം ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം, അന്നുണ്ടാകുന്ന കുലുക്കം അത് ഭയാനകരമായ ഒരു കാര്യം തന്നെയാകും. ഓ മനുഷ്യരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം. അതുപോലെയാണ് ഈ ആയത്ത് ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ ഭൂമി അതിന്റെ കുലുക്കം കുലുങ്ങിയാൽ. ഇബ്നു കസീർ പറയുന്നു
تحركت تحريكا فاهتزت واضطربت بطولها وعرضها ഭൂമി അത് ചലിക്കുകയും അത് കുലുങ്ങുകയും അതതിന്റെ തൂലിഹ വഅർദിഹ അതിന്റെ നീളത്തിലും വീതിയിലും അത് അങ്ങേയറ്റം പ്രകമ്പനം കൊള്ളുകയും ചെയ്യും. ഭൂമി ഒന്നാകെ നശിക്കും. വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ അത് പൊടിച്ചു മാറ്റപ്പെട്ടാൽ, പർവ്വതങ്ങൾ എന്നാൽ ഭൂമിയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നതാണ്. പർവ്വതം കണക്ക് ഉറച്ചു നിന്നു എന്നാണല്ലോ പ്രയോഗം തന്നെ. ഇത്രയും ഉറപ്പിലാണത് നിൽക്കുന്നത്. പർവ്വതങ്ങൾ അല്ലാഹു ആണികൾ കണക്കെ ഭൂമിയിൽ അത് ആഴ്ത്തിയിരിക്കുന്നു, ഭൂമി നമ്മയും കൊണ്ടിളകാതിരിക്കാൻ. എന്നാൽ അതിന് അല്ലാഹു എന്താക്കി കളയും? ഖിയാമത്ത് നാളിൽ റബ്ബി നസ്ഫ, പറയൂ അല്ലാഹു അതിനെ പൊടിച്ചു മാറ്റിക്കളയും. അങ്ങനെ പർവ്വതങ്ങൾ എന്തായിത്തീരും? വബുസ്സത്തിൽ ജിബാലു ബസ്സ ഐ ഫുത്തിതത് ഫത്ത, അത് പൊടി പൊടിയായി തകർന്നു പോകും. ഫകാനത് ഹബാഅൻ മുംബസ്സ, അങ്ങനെ ഫകാനത് അതതാ ആയി തീർന്നിരിക്കുന്നു. ഹബാഅൻ ധൂളികൾ, പുക പോലെ, പൊടി പോലെ. മുംബസ്സ വിതറപ്പെട്ട പൊടി പോലെ, പൊടിച്ചു മാറ്റപ്പെട്ട ധൂളികൾക്കിടയ്ക്ക് പർവ്വതങ്ങളായി തീർന്നു. പർവ്വതങ്ങൾ പിന്നെ കാണാനില്ല. ഇതാണ് ഖിയാമത്ത് നാൾ. ഇത് ഭയാനകരമായ സംഭവമാണ്. അന്ന് അത് ചില ആളുകളെ താഴ്ത്തും, ചിലരെ ഉയർത്തും. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ജനങ്ങളെല്ലാവരും രണ്ട് തരക്കാരായി വേർതിരിയും. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടർ നരകത്തിലേക്ക്. അന്ന് ആരാണോ നരകത്തിലായത് അവരെയാണ് ഖിയാമത്ത് നാൾ അടിച്ചമർത്തിയത്, താഴ്ത്തിയത്. ആരാണ് സ്വർഗത്തിൽ, അവനാണ് ഖിയാമത്ത് നാൾ മുകളിലേക്ക് ഉയർത്തിയത്. അത് ഖിയാമത്ത് നാളിന്റെ ആ മഹ്ശറിലേക്ക് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് പർവ്വതങ്ങൾ അത് തകർക്കപ്പെടും. ഭൂമി ഇളകും, പർവ്വതങ്ങൾ തകരും. വകുൻതും അസ്വാജൻ സലാസ, വകുൻതും നിങ്ങളെന്നായി തീരും. അസ്വാജൻ സലാസ, മൂന്ന് വിഭാഗക്കാർ, മൂന്ന് കൂട്ടർ. അസ്വാജൻ എന്നത് ഇണകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അർത്ഥം എന്താണ്? ദുറബ, ഒരേപോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ഒരു തോന്നിവാസി ഉണ്ടെങ്കിൽ, കാഫിറുണ്ടെങ്കിൽ അവനും, അവസാന കാലത്ത് ജീവിച്ച ഒരു കാഫിറുണ്ടെങ്കിൽ അവനും അന്ന് ഒരുമിച്ചായിരിക്കും. ആളുകൾ വേർതിരിയും. ഒരേ തരക്കാരെ അള്ളാഹു ഒരുമിച്ചാക്കും. അവർ പല കാലങ്ങളിൽ ജീവിച്ചവരാണെങ്കിലും. ഇന്ന് നമ്മളെങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ നല്ലവരും മോശക്കാരും എല്ലാവരും ഒരുമിച്ചാണ്. കാരണം ഒരേ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കഴിഞ്ഞവരിന്നില്ല, ഇനി ജനിക്കാനിരിക്കുന്നവർ ഇന്ന് നമ്മുടെ കൂടെയില്ല. എന്നാൽ ഖിയാമത്ത് നാളിലോ എല്ലാവരുമുണ്ട്. നമുക്ക് മുമ്പേ ജനിച്ച് ജീവിച്ചവരും മരിച്ചുപോയവരും ഇനി വരാനിരിക്കുന്നവരുമെല്ലാം. എന്നാൽ അള്ളാഹു ആളുകൾ വേർതിരിക്കും, മാറ്റി നിർത്തും. അള്ളാഹു ആരുടെ കൂടെയാണ് നമ്മെ ആക്കുക? നാം ആരെപ്പോലെയാണ് അവരുടെ കൂടെ. നാം ആരെപ്പോലെയാണോ അവരുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അന്ന് വേർതിരിക്കുന്നത്. കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ വകുൻതും അസ്വാജൻ സലാസ, അതാണ് മൂന്ന് തരക്കാരായിരിക്കും നിങ്ങളന്ന്. മൂന്ന് കൂട്ടരായിരിക്കും, സമാന സ്വഭാവങ്ങളുള്ള മൂന്ന് കൂട്ടരായിരിക്കും നിങ്ങൾ. ഇമാം ഇബ്നു കസീർ പറയുന്നു, അയൻഖസിമുൻ നാസു യൗമൽ ഖിയാമത്തി ഇലാ സലാസതി അസ്നാഫ്, മൂന്ന് തരക്കാരായി അന്ന് ജനങ്ങൾ വേർതിരിയും. ഖൗമുൻ അൻ യമീനിൽ അർശ്, ഒരു കൂട്ടർ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തായിരിക്കും. വഹുമുൽ ലദീന ഖറജു മിൻ ശിഖ്ഖി ആദം അൽ ഐമൻ, ആദമിന്റെ വലതുഭാഗത്തുകൂടെ പുറത്തു വന്നവരാണവർ. നല്ലവരാണ്, നേരത്തെ തീരുമാനിക്കപ്പെട്ട നല്ല ആളുകൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാണിച്ചു കൊടുത്തു. ആദം നബി വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുന്നു. ആരാണ് വലതുഭാഗത്തുണ്ടായിരുന്നത്? സ്വർഗക്കാരായ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട, സ്വർഗക്കാരാണെന്ന് പേരെഴുതപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലെ മനുഷ്യർ. ഇടതുഭാഗത്തുള്ളത് ആരാണ്? നരകക്കാരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ട, എന്നിട്ട് നരകത്തിലെത്തേണ്ട പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ, അതിലായി മരിച്ചവർ. അവരാണ് ഇടതുഭാഗം.
അവരെ കാണുമ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്നു. അപ്പോൾ ഒരു കൂട്ടർ വലതുഭാഗത്താണ്, അള്ളാഹുവിന്റെ അർശിന്റെ വലതുഭാഗം. وهم الذين خرجوا من شق آدم الأيمن ويؤتون كتبهم بأيمانهم. അവർക്കാണ് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുക. എല്ലാം നൽകും അവർ അസ്ഹാബുൽ യമീന, വലതുഭാഗത്തിന്റെ ആളുകൾ. കാരണം വലത് ഖൈർ സൂചിപ്പിക്കുന്നതാണ്. വയുഖദു ബിഹിം ദാത്തൽ യമീൻ, വലതുഭാഗത്തുകൂടെ അവർക്ക് കിതാബ് നൽകപ്പെടും. അവർ അത് എടുക്കുന്നതും സ്വീകരിക്കുന്നതും എങ്ങനെയാണ്? വലത് കൈയിലാണ് സ്വീകരിക്കുന്നത്, വലതു കൈയിലാണത് വാങ്ങുന്നത്. വഹും ജുംഹൂറു അഹ്ലിൽ ജന്ന, ഇവരാണ് സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷം പേർ. സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷം പേരും ആരാ? ഈ വലതുഭാഗത്തുള്ള ആളുകൾ. അതൊക്കെയാണ് അസ്ഹാബുൽ യമീൻ എന്ന് പറയും. ഇവരാണ് സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷം പേരും. വആഖറൂൻ, അല്ലാത്ത കൂട്ടർ അൻ യസാരിൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ ഇടതുഭാഗത്താണ്. വഹുമുൽ ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദം അൽ ഐസർ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തുകൂടെ പുറത്തേക്ക് വന്ന ആളുകൾ. വയുതൗന കുതുബഹും ബിശിമാലിഹിം, അവരാണ് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവർ. വയുഖദു ബിഹിം ദാത്ത ശിമാൽ, ഇടതുഭാഗത്തേക്ക് പിടിക്കുന്നവരവരാണ്. വഹും ആമ്മതു അഹ്ലിൻ നാർ അയ്യാദൻ ബില്ലാഹി മിൻ സനീഇഹിം, അവരാണ് നരകത്തിൽ പൊതുവെയുള്ള നരകക്കാരവരാണ്. അല്ലാഹു അവരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖായിഫത്തുൻ സാബിഖൂന ബൈന യദൈഹി, മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവരാരാണ്? അവർ വളരെ മുമ്പേ എത്തിയവർ, വളരെ നേരത്തെ എല്ലാ ഖൈറിലും വന്നവർ. വഹും അഖസ് വഅഹ്ദാ വഅഖറബു മിൻ അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാരെക്കാൾ അസ്ഹാബുൽ യമീനിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരും പ്രത്യേകതയുള്ളവരും ഭാഗ്യമുള്ളവരും അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയവരുമാണ് അവർ. അല്ലദീന ഹും സാദത്തും, അവരാണ് ഈ അസ്ഹാബുൽ യമീനിന്റെ നേതാക്കന്മാർ. നല്ല ആളുകളുണ്ടല്ലോ, അവരുടെ നേതാക്കന്മാരാണിവർ. നന്മയിലേക്ക് അവരെ നയിച്ച, അവരെക്കാൾ മുൻപേ നന്മയിലേക്ക് എത്തിയവർ. ഫീഹിമുർ റുസുലു വൽ അംബിയാഉ വസ്സിദ്ദീഖൂന വശുഹദാ, ഇവരൊക്കെ കൂട്ടത്തിൽ അവർക്ക് നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹുകളുമെല്ലാം. വഹും അഖല്ലു അദദൻ മിൻ അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാരെക്കാൾ അസ്ഹാബുൽ യമീൻ വലിയ സൗഭാഗ്യവാന്മാരാണ് അവർ, സ്വർഗക്കാരാണ്. പക്ഷേ അവരെക്കാൾ ഭാഗ്യവാന്മാരാണ് ഇവർ, എണ്ണത്തിൽ അവരെക്കാൾ കുറവുമായിരിക്കും. വലിഹാദാ ഖാല തആല, ഇതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുഭാഗക്കാർ ആരാണെന്ന് നിനക്കറിയുമോ? വലതുഭാഗക്കാരുണ്ട്. അസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന, ആരാണ് വലതുഭാഗത്തിന്റെ ആളുകൾ എന്ന്? ആരാണ് വലതുഭാഗത്തിന്റെ ആളുകൾ? വഅസ്ഹാബുൽ മശ്അമതി, ഇടതുഭാഗത്തിന്റെ ആളുകളുണ്ട്. മാ അസ്ഹാബുൽ മശ്അമ, ആരാണ് ഇടതുഭാഗത്തിന്റെ ആളുകൾ? വസ്സാബിഖൂന സാബിഖൂൻ, പിന്നെ ആരുണ്ട്? സാബിഖുകളുണ്ട്. സാബിഖുകൾ നേരത്തെ മുൻപേ കടന്നുപോയിട്ടുള്ള ആളുകൾ. വഹകദാ, ഇങ്ങനെയാണ് ഖസ്സമഹും ഇലാ ഹാദിഹിൽ അൻവാഇ സലാസ, ഈ മൂന്ന് തരക്കാരായി അവരെ അല്ലാഹു തിരിച്ചത്. ഈ ആഖിരി സൂറ, ഈ സൂറത്തിന്റെ തുടക്കത്തിലും ഇതുണ്ട്, ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. അസ്ഹാബുൽ മുഖറബൂൻ എന്നും അതുപോലെ അസ്ഹാബുൽ യമീൻ എന്നും സാബിഖൂൻ എന്നും അസ്ഹാബുൽ യമീൻ എന്നും അള്ളാഹു പറയുന്നു. സാബിഖൂൻ മുഖറബൂൻ ഇതൊക്കെ പറയുന്ന ആരെ കുറിച്ചാണ്? ഏറ്റവും മുന്നിലുള്ളവർ, കുറച്ചാണവർ. അസ്ഹാബുൽ മൈമന അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള പൊതുവെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളാണ്. അവരാണ് അധിക പേരും, സ്വർഗക്കാരിൽ അധിക പേരും അവരാണ്. ഈ സൂറത്തിന്റെ അവസാനം അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ മൂന്ന് കൂട്ടരെയും കുറിച്ച്. അതേത് സമയത്താണ്? വഖ്തഹ്തിദാരിഹിം, ഈ മൂന്ന് കൂട്ടരുടെയും മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്ന് കൂട്ടരുടെയും മരണത്തെക്കുറിച്ച്. അത് അസ്സാബിഖൂൻ അൽ മുഖറബൂൻ എന്ന് പറയപ്പെട്ടവരും അതുപോലെ അസ്ഹാബുൽ യമീൻ എന്ന് പറയപ്പെട്ടവരും. ഈ രണ്ട് വിഭാഗത്തിനും നല്ല മരണമാണ് അള്ളാഹു നൽകിയത്. അൽ അസ്ഹാബു ഷിമാൽ അല്ലെങ്കിൽ അസ്ഹാബുൽ മശ്അമ എന്ന് പറയപ്പെട്ട ആളുകൾ അവർ മോശക്കാരായ ആളുകളാണ്. മോശം മരണമാണ് അവർക്കുണ്ടാവുക. നസ്അലുല്ലാഹൽ ആഫിയ. വഹകദാ ദക്കറഹും ഫീ ഖൗലിഹി തആല, ഇതുപോലെയാണ് സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞതും. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ثم أورثنا الكتاب الذين اصطفينا من عبادنا, പിന്നീട് നാം കിതാബ് നാം തെരഞ്ഞെടുത്തവർക്ക്
അനന്തരമായി നൽകി. ഫമിൻഹും അവരിലുണ്ട് വാലിമുൻ ലിനഫ്സിഹി സ്വന്തത്തോട് അതിക്രമം ചെയ്തവൻ. ഫമിൻഹും മുഖ്തസിദ് അവരിൽ മുഖ്തസിദ് ഉണ്ട്. ആരാ മുഖ്തസിദ്? മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ മിതത്വം പാലിച്ചവർ, അതായത് നന്മയിൽ വല്ലാതെ മുന്നേറിയിട്ടില്ലവർ, എന്നാൽ നന്മയിൽ തന്നെയാണ്. വമിൻഹും അവരിലുണ്ട് സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ അനുമതിയോടെ നന്മകളിലേറെ മുന്നേറിയവർ അവരിലുണ്ട്. ഇങ്ങനെ 3 വിഭാഗമായി അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു വകുൻതും അസ്വാജൻ സലാസ വകുൻതും അസ്വാജൻ സലാസ നിങ്ങൾ അന്ന് 3 വിഭാഗമായിരിക്കും. സലഫുകൾ നമ്മുടെ മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, ഇസ്നാനി ഫിൽ ജന്ന വവാഹിദുൻ ഫിന്നാർ. 3 കൂട്ടരിൽ 2 കൂട്ടർ സ്വർഗത്തിലാണ്. അതാരൊക്കെ? അൽ മുഖറബൂൻ അസ്സാബിഖൂൻ എന്നറിയപ്പെടുന്ന ഏറ്റവും മുന്നിലുള്ളവർ, അവരെ കുറിച്ചാണ് അൽ മുഖറബൂൻ എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ അടുപ്പം കിട്ടിയവർ. സാബിഖൂൻ നന്മകളിൽ മുന്നേറിയവർ എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ കൂട്ടരാരാണ്? അസ്ഹാബുൽ യമീൻ അല്ലെങ്കിൽ അസ്ഹാബുൽ മൈമന എന്ന് പറയപ്പെട്ടവർ. അവർ നേരത്തെ പറഞ്ഞവരെക്കാൾ അത്ര നന്മയില്ലാത്തവരാണ്, എന്നാൽ പൊതുവെ നന്മയുടെ ആളുകൾ തന്നെയാണ്. അവരാണ് സ്വർഗക്കാരിൽ ബഹുഭൂരിപക്ഷവും. സാബിഖൂൻ മുഖറബൂൻ എന്ന് പറഞ്ഞത് അവർ നന്മകളിലേറെ മുന്നേറിയവരും നന്മകളിൽ ആദ്യം എത്തിയവരും വലിയ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, സ്വർഗത്തിൽ പ്രവേശനം അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലെ ദർജകൾ, അവിടെയുള്ള പദവികൾ അത് അള്ളാഹുവിന്റെ ആദിലനുസരിച്ചാണ്, അള്ളാഹുവിന്റെ നീതി അനുസരിച്ചാണ്. അവിടെ ഓരോരുത്തർക്കും അവരുടെ അമലിനനുസരിച്ചാണ് സ്വർഗം ലഭിക്കുക, സ്വർഗത്തിലെ പദവികൾ ലഭിക്കുക. അത് സൂറത്തുർ റഹ്മാനിലും അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെട്ടവർ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർ അവർക്ക് 2 സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ജന്നത്താനി മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള സ്വർഗമാണ്. ആനിയതുഹുമ വമാ ഫീഹ, അവിടെയുള്ള പാത്രങ്ങളും അവിടെ ഉള്ളതുമെല്ലാം. അതുപോലെ ശേഷം ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു വമിൻ ദൂനിഹിമ ജന്നതാൻ, അതിന് കീഴെ 2 സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ജന്നതാൻ മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള സ്വർഗമാണ്. ആനിയതുഹുമ വമാ ഫീഹ, അതിലുള്ള പാത്രങ്ങളും അതിലുള്ളതുമെല്ലാം. 2ന്റെയും പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തുർ റഹ്മാനിൽ പ്രത്യേകമായി വായിക്കാൻ കഴിയും. ആ അതീവ ഭംഗിയുള്ള സൂറത്തിൽ ഈ 2 സ്വർഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗക്കാർ 3 തരക്കാരാണ്. സ്വർഗക്കാർ 3 കൂട്ടരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. അതിനു മുമ്പ് വകുൻതും അസ്വാജൻ സലാസ അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ. ഇതാണ് 3 വിഭാഗങ്ങൾ. 1 അസ്ഹാബുൽ മൈമന, 2 അസ്ഹാബുൽ മശ്അമ, 3 സാബിഖൂന അസ്സാബിഖൂൻ. അള്ളാഹു ഈ സാബിഖുകളെ വിശദീകരിച്ചു പറയുന്നവരാരാണ്? ഉലൈകൽ മുഖറബൂൻ, അവർ തന്നെയാണ് അൽ മുഖറബൂൻ, അടുപ്പം കിട്ടിയവർ, അള്ളാഹുവിനോട് വളരെ അടുത്തുള്ളവർ, ഏറ്റവും ഉന്നതമായ സ്വർഗങ്ങളിലുള്ളവർ. ഫീ ജന്നാത്തിൻ നഈം, ജന്നാത്തുൻ നഈമിലാണ് അവരുള്ളത്. ജന്നാത്തുൻ നഈമിൽ, സുഖങ്ങളുടെ സ്വർഗത്തിൽ. സ്വർഗം മുഴുവൻ സുഖങ്ങൾ നിറഞ്ഞതാണ്. അതിൽ അവസാനം പ്രവേശിക്കുന്ന ഏറ്റവും സ്ഥാനം കുറഞ്ഞ് കടക്കുന്നയാൾ പോലും അങ്ങേയറ്റത്തെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. യാതൊരു പ്രയാസവും ദുഃഖവും അവിടെയില്ല. കാരണം അവിടെ നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ, അവിടെ അനുഭവിക്കാൻ നല്ലതേ ഉള്ളൂ, അവിടെ കഴിക്കാൻ നല്ലതേ ഉള്ളൂ, അവിടെ കുടിക്കാൻ നല്ലതേ ഉള്ളൂ, അവിടെ താമസിക്കാൻ നല്ലതേ ഉള്ളൂ, അവിടെ കേൾക്കാൻ നല്ലതേ ഉള്ളൂ. നല്ലതല്ലാതെ അവിടെ കേൾക്കുകയില്ല. മോശമായതൊന്നും അവിടെ വെച്ച് കേൾക്കേണ്ടി വരികയില്ല. അത് ഏറ്റവും ആദ്യം ഏറ്റവും അവസാനം കയറിയ
ആളുകൾക്ക് പോലും. തഫ്സീറുകളിൽ കാണാം അവിടെയുള്ള ഭംഗിയുള്ള വാക്കുകൾ, മുഅ്മിനുകൾ അവിടെ വെച്ച് കേൾക്കുന്ന നല്ല നല്ല കാഴ്ചകൾ, കാണുന്ന നല്ല നല്ല കാഴ്ചകൾ, കേൾക്കുന്ന നല്ല നല്ല വാക്കുകൾ. മുഫസ്സിറുകൾ പറയുന്നു, ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. അതാ സ്വർഗക്കാർ അവിടെ പ്രവേശിച്ചാൽ സ്വർഗക്കാരുടെ ഇണകൾ അതീവ ഭംഗിയും അതീവ സൗന്ദര്യവും അതീവ സ്നേഹവും അള്ളാഹു കൊടുത്തിട്ടുള്ള അവരുടെ ഇണകൾ അവരോട് പറയുമെന്ന്. ഈ ഭംഗിയേറിയ സ്വർഗത്തിലുള്ള ഏറെ ഭംഗിയുള്ള ഇണകൾ അവരുടെ അള്ളാഹു ഇണകളായി നൽകിയ പുരുഷന്മാരോട് പറയും, മാ ഫിൽ ജന്നതി ശൈഉൻ അഹ്സന മിൻക വമാ ഫിൽ ജന്നതി ശൈഉൻ അഹബ്ബു ഇലയ്യ മിൻക അൽഹംദുലില്ലാഹി അല്ലദീ ജഅലക ലീ വജഅലനീ ലക്. ഈ സ്വർഗത്തിൽ നിന്റെ അത്ര ഭംഗിയുള്ള വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഈ സ്വർഗത്തിൽ നിന്റെ അത്ര സ്നേഹം എനിക്ക് വേറൊന്നിനോടുമില്ല. അൽഹംദുലില്ലാഹി അല്ലദീ ജഅലക ലീ വജഅലനീ ലക്. നിന്നെ എനിക്ക് ഏർപ്പെടുത്തി തന്ന, എന്നെ നിനക്ക് തന്ന അല്ലാഹുവിനാകുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതുപോലെ അല്ലാഹു പറഞ്ഞു, ലാ യസ്മഊന ഫീഹാ ലഗ്വ വലാ തഅതീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. നമുക്ക് അരോചകം തോന്നുന്ന, പ്രയാസം തോന്നുന്ന ഒന്നുമില്ല അവിടെ, ഒരു വാക്കുപോലും. മറിച്ച് എന്തും സന്തോഷം നൽകുന്നത് മാത്രം, കുളിർ വർദ്ധിപ്പിക്കുന്നത് മാത്രം. എല്ലാത്തിനും മുകളിൽ വറിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തി അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവരോട് പറയും, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കും. ഹസനുൽ ബസ്രി പറഞ്ഞു, അതറിഞ്ഞാൽ മുഅ്മിന്റെ ഖൽബിലുണ്ടാകുന്ന സന്തോഷമുണ്ട്. അല്ലാഹു എന്നെ തൃപ്തിപ്പെടുന്നു എന്നറിഞ്ഞുകൊണ്ടുള്ള ജീവിതം, അതാണ് സ്വർഗത്തിലെ ജീവിതം. സ്വർഗക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കും. അല്ലാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക അൽ മുഖറബൂൻ. സാബിഖൂൻ എന്ന് പറയപ്പെട്ടവർ അവരാണ് അൽ മുഖറബൂൻ, അടുപ്പം കിട്ടിയവർ. ഫീ ജന്നാത്തിൻ നഈം, സ്വർഗത്തിൽ ആണവർ, സുഖങ്ങളുടെ സ്വർഗത്തിലാണവർ. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. സുല്ലത്തും മിനൽ അവ്വലീൻ, അവർ സുല്ലത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു ജമാഅത്തുൻ മിനൽ അവ്വലീൻ, ഒരു കൂട്ടം ആളുകളാണ് ആദ്യകാലക്കാരിൽപ്പെട്ട ഈ മുഖറബുകൾ. സ്വർഗത്തിൽ മുന്തിയ സ്ഥാനം ലഭിക്കുന്നവരാരാണ്? സുല്ലത്തും മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരിൽ നിന്ന് ഒരു വിഭാഗം. വഖലീലും മിനൽ ആഖിരീൻ, എന്നാൽ പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചുപേർ. അതെന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഖൈറു ഉമ്മത്തി ഖർനി തുമ്മ അല്ലദീന യലൂനഹും തുമ്മ അല്ലദീന യലൂനഹും. അതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല ആളുകൾ എന്റെ കൂടെ ജീവിച്ച എന്റെ തലമുറയാണ്, പിന്നീട് അതിനുശേഷം വന്നവർ, പിന്നീട് അതിനുശേഷം വന്നവർ. കാരണം ഏതൊരു നബിയുടെയും കൂടെ ജീവിച്ചവർ അവരാണ് ആ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളുകൾ. പിൽക്കാലക്കാർക്ക് ലഭിച്ച ഏത് നന്മകളുടെ ഓഹരിയും അവർക്കുണ്ട്. നമ്മൾ എത്ര നിസ്കരിച്ചാലും എത്ര ഖൈറായ കാര്യങ്ങൾ ചെയ്താലും ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. പക്ഷെ അതിന്റെ പ്രതിഫലം, അതിന്റെ ഒരു ഓഹരി സഹാബത്തിനുണ്ട്. കാരണം അവരാണ് എനിക്ക് ദീൻ എത്തിച്ചെന്നത്. അൻദല്ല അല ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇല. ആരെങ്കിലും ഒരു ഖൈർ കാണിച്ചു കൊടുത്താൽ അയാൾക്ക് അത് ചെയ്യുന്നവരുടെ പ്രതിഫലം ഉണ്ടാവും, ചെയ്യുന്ന ആളുടെ തൊട്ടും കുറയാതെ ഖിയാമത്ത് നാൾ വരെ. ആ വലിയ പ്രതിഫലം സഹാബത്തിനുണ്ട്. അപ്പൊ ഇത് സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ ആദ്യകാലക്കാരിൽ നിന്നൊരു കൂട്ടർ. അവരാരാണ്? സാബിഖൂനിൽപ്പെട്ടവരാണ്, അത് മുഖറബൂനിൽപ്പെട്ടവരാണ്. എന്നാൽ പിൽക്കാലക്കാരിൽ കുറച്ചു പേരാണ് ഏതിലുള്ളത്? കൂട്ടരിലുള്ളത്. നമ്മൾ ഏറ്റവും ഖൈറായത് ആഗ്രഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്നതി വഔസതുഹാ. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസിനെ ചോദിക്കുക. ഫഇന്നഹു അഅലൽ ജന്ന, അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും മുകളിലുള്ള സ്വർഗ്ഗം. ഔസതുഹാ, അതിലേറ്റവും നല്ലതും അതാണ്. അവിടെ നിന്നാണ് സ്വർഗ്ഗത്തിൽ അരുവികൾ പൊട്ടിയൊഴുകുന്നത്. ഫൗഖഹാ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് എന്തുള്ളത്? അല്ലാഹുവിന്റെ അർശുള്ളത്. സ്വർഗത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഈ ഹദീസ് മതി. കാരണം അള്ളാഹിന്റെ പടപ്പുകളിൽ ഏറ്റവും വലുതേതാ? അർശാണ്. അർശാണ് സ്വർഗത്തിന്റെ മേൽക്കൂര.
ഒരു വീടിന്റെ വലിപ്പത്തിനനുസരിച്ചല്ല മേൽക്കൂരുണ്ടാവുക. അപ്പൊ സ്വർഗത്തിന്റെ വലിപ്പം അത് മനസ്സിലാക്കാൻ അതിന്റെ സഖ്ഫ് മേൽക്കൂര ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കും. സഖ്ഫുഹാ അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശാണ് അതിന്റെ മേൽക്കൂര. കാരണം അത് ആകാശഭൂമികളുടെ വിസ്താരമുള്ളതാണ്. എന്നാൽ സ്വർഗക്കാർ അതിലേക്ക് പ്രവേശിച്ചാൽ തങ്ങളുടെ കൊട്ടാരങ്ങളേത്, തങ്ങളുടെ ഇണകളേത്, തങ്ങളുടെ വീടുകളേത് എന്നാലോചിച്ചിട്ട് സ്വർഗക്കാരെന്താവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. ഭൂമിയിലെ ദുനിയാവിലെ നമ്മുടെ വീടിനേക്കാൾ, മുഅ്മിനുകളുടെ ഇണകളെക്കാൾ, അവരുടെ ഭവനങ്ങളെക്കാൾ സ്വർഗത്തിലെത്തിയാൽ അവർക്കറിയാം അവരുടെ ഭവനമേ, അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് അവിടെ കൃത്യമായിട്ട് അവർ ചെല്ലുമെന്നാണ്. ثلة من الأولين وقليل من الآخرين على سرر موضونة على سرر അവർ കട്ടിലുകളിലാണ്, അതിമനോഹരമായ അവരുടെ മെത്തകളിലാണ്, അവരുടെ കട്ടിലുകളിലാണ്. മൗദൂനത്തുൻ, മൗദൂനത്തുൻ എന്ന് പറഞ്ഞാൽ അത് മൗദൂനത്തുൻ, അതിനെക്കുറിച്ച് അത് നെയ്തിട്ടുള്ളത്, ആ കട്ടിൽ അത് മെടഞ്ഞിട്ടുള്ളത്, മൻസൂജത്തുൻ മർമൂലത്തുൻ ബിദ്ദഹബ്, സ്വർണം കൊണ്ട് മേഞ്ഞിട്ടുള്ളതാണ്. മൻസൂജത്തുൻ ബിഹി, സ്വർണം കൊണ്ടാണ് അതിന്റെ അത് എന്താ പറയാ മേഞ്ഞിട്ടുള്ളത്, അത് മെടഞ്ഞിട്ടുള്ളത് സ്വർണം കൊണ്ടാണ്. അലാ സൂറിൻ മൗദൂന, ഈ കട്ടിലിലായിരിക്കും അവർ കഴിയുക. മുത്തകിഈന അലൈഹാ മുതഖാബിലീൻ, മുത്തകിഈന അലൈഹാ മുതഖാബിലീൻ, മുത്തകിഈന അലൈഹാ അവരവിടെ ചാരിയിരിക്കുന്നവരാണ്. മുതഖാബിലീൻ പരസ്പരം നോക്കിക്കൊണ്ട്, പരസ്പരം നോക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ധാരാളമായി നമുക്ക് ഇത് കാണാം. മുതഖാബിലീൻ പരസ്പരം നോക്കുന്നവരാണവർ, അഥവാ ഉജൂഹു ബഅദിഹിം ഇലാ ബഅദി, അവരുടെ മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ്. ലൈസ അഹദു വറഅ അഹദിൻ, ഒരാളും എന്തില്ല വേറൊരാളുടെ പിന്നിലില്ല. സ്വർഗ്ഗക്കാരുടെ പ്രത്യേകത എന്താ? സ്വർഗത്തിൽ ഒരാളും ഒരാളുടെ പിന്നിലേക്ക് നോക്കേണ്ടി വരില്ല. അവർ തിരിയുമ്പോൾ ഒന്നാകത്ത് തിരിയുന്ന. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവരവിടെ ചാരിയിരിക്കുന്നവരായി. മുതഖാബിലീൻ പരസ്പരം നോക്കിക്കൊണ്ട്. അലാ സുറുറിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അതീവ ഭംഗിയുള്ള സ്വർണം കൊണ്ട് മെടഞ്ഞ കട്ടിലുകളിൽ കിടന്നും ചാരിയിരുന്നും പരസ്പരം നോക്കുന്നവരാണ്. യതൂഫു അലൈഹിം, അവർക്കിടയിൽ ചുറ്റിക്കൊണ്ടിരിക്കും. വിൽദാനും, കുട്ടികൾ. മുഖല്ലദൂൻ, ശാശ്വത ജീവിതം നൽകപ്പെട്ട കുട്ടികൾ. സൂറത്തു അൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞു, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻഥൂറ, നീ അവരെ കണ്ടാൽ വിതറിയ മുത്തുകൾ പോലെ നിനക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ശാശ്വത ജീവിതം നൽകപ്പെട്ട കുട്ടികളാണ് അവിടെ. ഇവർക്ക് പാനീയങ്ങൾ ഇതൊക്കെ കൊണ്ടുകൊടുക്കുക അവരാണ്. നമുക്കറിയാം, വളരെ ഏറ്റവും നല്ല ഭക്ഷണമാണെങ്കിലും നല്ല വൃത്തിയുള്ള ഭക്ഷണമാണെങ്കിലും കൊണ്ടുവരുന്ന ആളൊരു വൃത്തിയില്ലെങ്കിലോ, കൊണ്ടുവരുന്ന ആള് ഒരു വൃത്തിയില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ആ ഭക്ഷണത്തോടെ തന്നെ നമുക്ക് പ്രയാസമുണ്ടാവും. എന്നാൽ അതീവ ഭംഗിയുള്ള മുത്തുകൾ പോലെയുള്ള ശാശ്വത ജീവിതം നൽകപ്പെട്ട കുട്ടികളാണ് അവിടെ കൊണ്ടുതരിക. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ മുഖല്ലദൂൻ അലാ സിഫത്തി വാഹിദ, ഒരേ രൂപത്തിൽ ശാശ്വത ജീവിതം നൽകപ്പെട്ടവരാണ് അവർ. ലാ യതകബ്ബറൂന അൻഹാ, വലുതാവുകയില്ല, ആ വലുപ്പമായിരിക്കും. വലാ യശീബൂൻ, വലുതായി നരക്കുകയൊന്നുമില്ല. വലാ യതഗയ്യറു, രൂപം മാറുകയുമില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഇവർക്കുള്ളതും കൊണ്ട് ചുറ്റി നടക്കും. എന്തൊക്കെ കൊണ്ടാണ്? ബി അക്വാബിൻ, കൂബുകൾ കൊണ്ട്. വബാരീഖ, അതുപോലെ കഴിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളം നിറച്ച പൂജകൾ കൊണ്ട്. വകഅസിൻ മിൻ മഈൻ, ഒഴുകുന്ന വെള്ളം നിറച്ച പാത്രങ്ങൾ കൊണ്ട് ആണ് ഈ കുട്ടികൾ
ചുറ്റി നടക്കുക. അക്വാബ് എന്ന് പറഞ്ഞാൽ അൽ കീസാൻ അല്ലതി ലാ ഖറാതീമ ലഹ വലാ ആദാൻ, ഇതുപോലത്തെ എന്നാൽ പിടിക്കാൻ ഇങ്ങനെ ഇല്ലാത്ത, പിടിക്കാൻ അതിന് ഒരു തുമ്പിക്കൈ പോലെയുള്ളതൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള കോപ്പകൾക്കാണ് അക്വാബ് എന്ന് പറയുന്നത്. കൂബിന്റെ ബഹുവചനമാണത്. വബാരീഖ്, അബാരീഖ് എന്നാൽ അല്ലതി ജുമിഅത്തിൽ വസ്ഫൈൻ, ഈ രണ്ട് രൂപങ്ങളും ഉള്ളത്, ഈ രണ്ട് രൂപത്തിലും ഉള്ളതാണ് ഇബിരീഖുകൾ. അഥവാ കുടിക്കാനും പറ്റും, എന്നാൽ അതിന് പിടിയുമുണ്ട്. അതാണ് ഇബിരീഖ് എന്ന് പറയുക. ഇബിരീഖിന്റെ ജമാണ് അബാരീഖ്. വകഅസിൻ മിൻ മഈൻ, അതുപോലെ ഒഴുകുന്ന വെള്ളം അതിൽ നിന്ന് നിറച്ചിട്ടുള്ള പാത്രങ്ങൾ. ലാ യുസദ്ദഊന അൻഹാ, അത് കുടിച്ചാൽ ലാ യുസദ്ദഊന അൻഹാ, അവരുടെ തലക്ക് യാതൊരു പ്രയാസവുമില്ല, തലവേദനയില്ല. അതുപോലെ വലാ യുൻസിഫൂൻ, ബുദ്ധിക്കും യാതൊരു തകരാറുമില്ല. ദുനിയാവിലെ ഖംർ, ദുനിയാവിലെ കള്ള് കുടിച്ചാൽ ദുനിയാവിലെ കള്ളിന് ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലഹരി ഉണ്ടാവും, അതുപോലെ തലപെരുക്കും, ഛർദി ഉണ്ടാവും, പിന്നെ അത് വിസർജ്യത്തിലൂടെ പുറത്തേക്കും പോകണം. ഇതൊന്നും സ്വർഗത്തിലെ പാനീയത്തിനില്ല. എന്നാൽ കുടിക്കുമ്പോൾ അതീവ രുചിയും അതുപോലെ സ്വാദും അതിന് ഉണ്ടാവുകയും ചെയ്യും. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി തയ്രിൻ മിമ്മാ യശ്തഹൂൻ. വഫാകിഹത്തിൻ, പഴങ്ങൾ ഉണ്ടാകും അവിടെ. മിമ്മാ യതഖയ്യറൂൻ, അവർ തിരഞ്ഞെടുക്കുന്ന പഴങ്ങൾ. വലഹ്മി തയ്രിൻ, പക്ഷിയുടെ മാംസമുണ്ടാകും. മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന